രാഹുലിൻ്റേത് ചട്ടലംഘനം എന്ന ചോദ്യത്തിന് ചട്ടലംഘനമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഉത്തരം. ലോക് തന്ത് ബച്ചാവോ റാലിയാണല്ലോ കഴിഞ്ഞ ദിവസം രാംലീല മൈതാനത്ത് നടന്നത്. 28 രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ആ രൂപത്തിൽ പ്രതിപക്ഷം ഒരുമിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയായിരുന്നു അത്. അവിടുത്തെ പ്രസംഗം, ആ പ്രസംഗത്തിലെ മാച്ച് ഫിക്സിംഗ് എന്നൊരു ഒറ്റ വാക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരികൾ മാറ്റി ആ വാക്ക് മാത്രം എടുത്തുകൊണ്ട് അതൊരു ചട്ടലംഘനം എന്ന രീതിയിൽ വിലയിരുത്താനാകില്ല. ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അപ്പോൾ അമ്പയർമാരെ വശത്താക്കി, 2 കളിക്കാരെ അകത്താക്കി, വോട്ടിംഗ് മെഷീനും മാച്ച് ഫിക്സിംഗും ഇല്ലാതെ, സമൂഹ മാധ്യമങ്ങളും സമ്മർദ്ദത്തിലകപ്പെട്ട മാധ്യമങ്ങളും ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് വിജയിക്കാനാവില്ല എന്നായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം. അപ്പോൾ നിലവിലെ സാഹചര്യം അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ നിയമിച്ചതിനെപ്പറ്റി ഏത് രൂപത്തിലാണ് നിയമിക്കുന്നത് എന്നുള്ളത് ഉണ്ണി ബാലകൃഷ്ണനും അരുണും വി നികേഷ് കുമാറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതി അത് മാറ്റിക്കൊണ്ട് നിയമം കോടതിയെ സുപ്രീം ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ നിയമം പാസ്സാക്കുന്നു. അവിടെ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും മാത്രമാകുന്നു. അത് മാത്രമല്ല, ഈ പട്ടികയൊക്കെ പേര് കൊടുത്തത് യോഗത്തിന് തൊട്ട് മുൻപാണ് ആ പേര് നൽകിയതെന്ന് അധിർ രഞ്ജൻ ചൗധരി അന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ എങ്ങനെ ചട്ടലംഘനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുള്ള വിഷയമാണ്. അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട കളിക്കാരെ, ഹേമന്ത് സോറനെയും കേജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത കാര്യം, അതുപോലെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ ആ രൂപത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്, അതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു ശേഷം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച കാര്യം, ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള കാര്യം, ഈ 2018-19 വിവരങ്ങൾ 45 ദിവസത്തെ കാലതാമസം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടികൾ മരവിപ്പിച്ച ഒരു നടപടി ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ 3567 കോടി തിരിച്ചു പിടിക്കാനുള്ള നോട്ടീസാണ് നൽകിയത്. ഇപ്പോൾ തൽക്കാലം അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം കേന്ദ്രം ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് ഇത്രയും ദിവസങ്ങളിൽ ഈ പ്രസംഗം നടക്കുന്ന ഘട്ടത്തിൽ പോലും ആ വിഷയം അവിടെ നിൽക്കുകയാണ്. ഖാർഗെ അടക്കം ട്വീറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2023 മാർച്ചിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലുള്ള 162 കോടിയാണ്, അതേസമയം BJPയുടെ അക്കൗണ്ടിലുള്ളത് 5424 കോടിയാണ്. അത്രയും വ്യത്യാസം രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ ഉള്ള പണത്തിൻ്റെ കാര്യത്തിലുമുണ്ട്. അപ്പോൾ അവർക്ക് അതിലുള്ള സ്വാധീനത്തിൻ്റെ കാര്യത്തിലുമുണ്ട്. 2 മാസത്തേക്ക് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത്. അതിനുള്ള കഴിവും പണവും സ്വാധീനവും ഒക്കെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക്, ഭരണപക്ഷ പാർട്ടിക്കുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഹരീഷ് സാൽവെ അടക്കം കുറേ അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിന് കൂട്ടത്തോടെ അയച്ചൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ എന്താണ്, കേജ്രിവാളിൻ്റെ 2 വിധികളിൽ വാദം പൂർത്തിയായി 4 മണിക്കൂറിന് ശേഷമൊക്കെയാണ് വിധി വരുന്നത്. അപ്പോൾ ആ ഉത്തരവ്, ആരുടെയോ ഉത്തരവിന് കാത്തിരിക്കുകയായിരുന്നു ജഡ്ജിമാർ എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതൊക്കെ ചർച്ചയാവുകയാണ് രാജ്യത്ത്. ഈ ചർച്ചയാവുന്ന വിഷയം ഒരു പ്രസംഗത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് പറയാൻ പറ്റില്ല എന്നാണോ? EVM-വുമായി ബന്ധപ്പെട്ടുള്ള പരാതി, വിമർശനങ്ങൾ ഇപ്പോൾ നടാടെ വരുന്ന ഒരു കാര്യമല്ലല്ലോ. നേരത്തെ തന്നെ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ BJP നേതാക്കളുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉയർന്ന കാര്യമാണ്. ഇനി തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്ന് പറയുമ്പോൾ, ഇതിനു മുൻപ് 2019 മോദി നടത്തിയ ഒരു പ്രസംഗം, അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന പരാതി ഉയർന്നിട്ട് എന്ത് നടപടിയെടുത്തു? അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്? പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണെന്ന് മോദി പ്രസംഗിച്ചത്. അപ്പോഴെങ്ങനെയാണ് സൈനികർ ഒരു പാർട്ടിയുടെ ആളുകളാകുന്നത്? ആ രൂപത്തിൽ പ്രസംഗിച്ച ശേഷം, അതിൽമേൽ പരാതി നൽകിയ ശേഷം എന്ത് നടപടിയെടുത്തിട്ടുണ്ട്? അപ്പോൾ ഇത് നമ്മുടെ മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചോ? അതിൻ്റെ പരാതിയുമായി പ്രതിപക്ഷ നേതാക്കൾ പോയി കണ്ടിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പല കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ സത്യമാണ്. ഇതുവരെ കാണാത്ത രീതിയിലേക്ക് രാഷ്ട്രീയം മാറുന്നു. ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ട അടിയന്തരമായ സാഹചര്യം, പ്രതിപക്ഷം ഒരുമിക്കേണ്ട സാഹചര്യം, പ്രതിപക്ഷവും അത് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. അതുകൊണ്ടാണ് രാംലീല മൈതാനത്ത് 28 രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കൈകോർത്ത്, എതിർപ്പുകൾ മറന്നുകൊണ്ട് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് എത്തിയത്. അതുകൊണ്ട് രാഹുലിൻ്റേത് ചട്ടലംഘനമല്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. Meet the editors.